അന്ധദർപ്പണ ന്യായം. അന്ധൻ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമാണ്. കണ്ണില്ലാത്തവൻ, കാഴ്ചശക്തി ഇല്ലാത്തവനർത്ഥം. ദർപ്പണം കണ്ണാടി. അപ്പോൾ കണ്ണില്ലാത്തവന്, കാഴ്ചശക്തി ഇല്ലാത്തവന് കണ്ണാടി പിടിച്ച് കൊടുത്തുകൊണ്ട് കാര്യമില്ല. അയാളുടെ മുഖത്തിന് നേർക്ക് കണ്ണാടി പിടിച്ചിട്ട് അയാൾക്കൊന്നും കാണാൻ കഴിയില്ല എന്നർത്ഥം. അതേപോലെ വ്യർത്ഥമായ സംഗതികൾ ചെയ്യുന്നതിനാണ് അന്ധദർപ്പണ ന്യായം എന്ന് പറയുന്നത്. കണ്ണുള്ള ആൾക്ക് മാത്രം കണ്ണാടി സ്വയം ഒന്നും കാണിക്കുന്നില്ലല്ലോ. കണ്ണാടിയിൽ ഉള്ള പ്രതിഫലനം കാണെങ്കിൽ സ്വന്തമായ കാഴ്ചശക്തി ഉണ്ടാവണം. അത് വിപുലീകരിച്ച് പറഞ്ഞാൽ ശാസ്ത്രങ്ങളൊന്നും പഠിച്ചുകൊണ്ട് മൂഢന്മാർക്ക് വലിയ കാര്യമൊന്നുമില്ല. ശാസ്ത്രങ്ങളൊക്കെ സഹായകരങ്ങൾ മാത്രമേ. സ്വന്തമായ മേധാവിത്യോ മനസ്സിലാക്കാനുള്ള ബുദ്ധിവിശേഷമോ വിവേകമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ശാസ്ത്രഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടോ ശാസ്ത്ര അഭ്യാസനം ചെയ്തിട്ടുള്ളോ കാര്യമൊന്നുമില്ല. സ്വയം മനസ്സിലാക്കിയെടുക്കേണ്ടതെന്നർത്ഥം. അപ്പോൾ കണ്ണാടി അയാളുടെ മുഖത്തെ പ്രതിബിംബിപ്പിക്കുമെങ്കിലും അയാൾക്കത് ഗ്രഹിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആൾക്ക് കണ്ണാടിയോട് പ്രയോജനമില്ലാത്ത പോലെ ശാസ്ത്രം, അതുപോലെ ഏതെങ്കിലും യുക്തി ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല ബുദ്ധിയില്ലാത്ത ആൾക്ക് അർത്ഥം. അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ വിപുലീകരിക്കാം. പല അർത്ഥത്തിലും ഇത് പറയാം. ഇതിന് തന്നെ വേറെ പേര് പറയാം, അന്ധദീപന്യായം. അതുകൊണ്ട് വേറെ ന്യായങ്ങളുണ്ട്. ഈ ന്യായങ്ങളിൽ ഒരേ താല്പര്യത്തെ പ്രകാശിപ്പിക്കുന്ന അനേക ന്യായങ്ങളുണ്ടാവും. പേരുകൾ വ്യത്യസ്തമാണെങ്കിലും താല്പര്യങ്ങളൊക്കെ ഒരുപോലെയായ ന്യായങ്ങൾ ഇനിയും നമുക്ക് കാണാം. ഏതായാലും അന്ധദർപ്പണ ന്യായം, അന്ധദീപന്യായം എന്നൊക്കെ പറയാവുന്ന ന്യായം